ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി ഞാനും രവണയും കൂടെ തിരൂർ വരെ ഒന്ന് പോകാട്ടോ. ഓണം വിചാരിച്ച ദിവസം ഏതൊരു അടിപൊളിയായിരുന്നു ഗൈസ്. അന്നാണ് മലപ്പുറത്ത് സമസ്ത നടത്തുന്നത്. അതുകൊണ്ട് റോഡ് മൊത്തം ബ്ലോക്ക് ആയിരുന്നു. ഞങ്ങൾ ഒരുപാട് നേരം അവിടെ ബസ് എത്തും. കുറച്ച് നേരം കാത്തുന്നാലും ബസ് വരുമല്ലോ. അപ്പോൾ ബസ്സിൽ നിന്ന് എന്തെങ്കിലും കഴിക്കണമല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ ബേക്കറി കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാനൊക്കെ മേടിച്ചുകൊണ്ട് നിൽക്കുന്നു കേട്ടോ. കാത്തിരുന്ന് ഞങ്ങൾ 10 മണിക്ക് ഇറങ്ങിയിട്ടും 11 മണിയായിട്ടും ബസ്സൊന്നും വരുന്ന കാണാതായപ്പോൾ ഞങ്ങൾ കുറച്ച് അപ്പുറത്തേക്ക് നടന്നു. ഇനി ബസ് എങ്ങാനും വഴിമാറി ആയിക്കൂടെ പോകുന്നുണ്ടോയെന്ന് അറിയില്ലല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഒരു മടക്കോട്ടോഷ കോട്ടയ്ക്കൽ വരെ കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ കോട്ടയ്ക്കൽ വരെ. കോട്ടയ്ക്കിൽ നിന്ന് പിന്നെ തിരൂരിക്ക് ഡയറക്റ്റ് ബസ് കിട്ടിട്ടോ. അങ്ങനെ ഏതായാലും ബസ് കയറിയപ്പോൾ തന്നെ ഞങ്ങൾ മേടിച്ച സാധനങ്ങളൊക്കെ വേഗം കഴിക്കാൻ തുടങ്ങി. കോളേജും കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ കുറച്ച് ദൂരത്തേക്കൊക്കെ പോകുന്നത് ആദ്യമായിട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ടായി. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ ഞങ്ങൾ പോയ കാര്യം ശരി കേട്ടോ. അവിടുന്ന് ഞങ്ങൾ പോകുന്നത് അവിടെ കണ്ട ഒരു മാമിൻ്റെ അടുത്ത് മലപ്പുറത്തേക്കുള്ള ബസ് ഇടുന്ന സ്റ്റാൻഡ് ഓടിച്ചു. നിങ്ങൾ മലപ്പുറത്തേക്ക് മലപ്പുറം വരെ എത്തേണ്ടത് അവിടുന്ന് ബിരിയാണി വെച്ചിട്ട് പോയിക്കോളി 70 രൂപയുള്ളൂ പറഞ്ഞിട്ട് മൂപ്പര് ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് മൂപ്പര് ഈ ഹോട്ടലത്തെ സ്റ്റാഫാണെന്ന്. ഏതായാലും പറഞ്ഞതല്ലേ ഞങ്ങൾ അവിടെ പോയി. പക്ഷേ അവിടെ എത്തിയപ്പോൾ പറഞ്ഞത് 70 രൂപയല്ല 100 രൂപയാണ് ഫുൾ ബിരിയാണിക്ക്. രാവിലെ ശരിക്കും കഴിക്കാത്തതുകൊണ്ട് അത്രയും ദൂരം വന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഓരോ ബിരിയാണി വന്നു. അവിടുത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് ഇരുന്നാടി ബിരിയാണി വന്നിട്ട് ഞങ്ങളതൊന്നും മേടിച്ചിട്ട്. പക്ഷേ അത് ഞങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്കും വയറ് ഫുള്ളായി. പിന്നെ എങ്ങനെയും ഒന്ന് കിടന്നാൽ മതി എന്നുള്ളതിലായിരുന്നു ഞങ്ങൾ വണ്ടി കയറി മലപ്പുറത്തേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.